ഹായ് ഫ്രണ്ട്സ്, നമ്മൾ തൈപ്പൂയത്തിന് അന്നത്തെ വന്നു കഴിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് അമ്മ ചിക്കൻ കറി വെക്കാനായിട്ടുള്ള ഉള്ളിയൊക്കെ വഴറ്റി കുറച്ച് താമസിച്ചു വീഡിയോ എടുക്കാൻ വരാൻ. അങ്ങനെ മസാലപ്പൊടിയും കാര്യങ്ങളെല്ലാം ഇട്ടു ചിക്കനും ഇട്ട് ഇളക്കി. നല്ല പാടാണ് കേട്ടോ അതൊന്ന് ഇളക്കാനും. അങ്ങനെ കുറച്ച് സമയം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് പച്ചവെള്ളമൊക്കെ ഒഴിച്ചു. അത് തിളയ്ക്കാനായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് തിളയ്ക്കാനും വെച്ചു. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചു. 21 ദിവസത്തെ കഠിന വ്രതമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുന്നില്ല, അപ്പോൾ കുറച്ച് സ്പെഷ്യലായിട്ടെന്ന് വെച്ചാണ്. കുറച്ച് പച്ചമുളക് ചോറ് കപ്പയുടെ സൈഡിൽ ഇരുന്ന് വേകുന്നു. കപ്പ വെന്ത് തീർന്ന് ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ അതിന് വേണ്ട മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക് എല്ലാം കൂടെ തേങ്ങയൊക്കെ ആയിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തു. അങ്ങനെ ചേച്ചി അതെല്ലാം അരപ്പൊക്കെ ചേർക്കുകയാണ്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറവാണെന്ന് പറഞ്ഞ് അമ്മ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ വാരിയിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് അടിപൊളി ടേസ്റ്റാട്ടോ ഇത്. അങ്ങനെ ഇറച്ചിക്കറിക്കകത്ത് കുറച്ച് കരിയാപ്പില ഇട്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ പപ്പടം വറുത്തതിന് മോര് കാച്ചാനായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചു. അവിടെ കടുക് പൊട്ടിച്ച് ഉള്ളിയൊക്കെ ഇട്ട് അങ്ങനെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളിയൊക്കെ എടുത്തിട്ട് വഴറ്റി കുറച്ച് പച്ചമുളകും ഇട്ട് കരിയാപ്പില ഇട്ട് സെറ്റ് ചെയ്തു. മോരും കാച്ചി അങ്ങനെ പിന്നെ വീട്ടിലെ കാർമ്മമാർക്ക് വെക്കണമെന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ എല്ലാം സെറ്റ് ചെയ്തു എടുത്ത് വെച്ചു. അപ്പോൾ ബൈ.